ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമുക്കൊരു ഹോൾ വീഡിയോ കണ്ടാലോ? ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡെനിം സ്കേർട്ട്, പിന്നെ ഈ സമ്മറിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷർട്ട് ഡ്രസ്സും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ അതുപോലെ എന്റെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടാലോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡ്രസ് നോക്കിയാലോ? ഫസ്റ്റ് വന്നിട്ട് ഞാൻ കാണിച്ചിരുന്നത് നമുക്ക് ഈ സമ്മറിലൊക്കെ വെയർ ചെയ്യാൻ പറ്റില്ല നല്ലൊരു ഷർട്ട് ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. ഇത് മിന്ത്രയിൽ പർച്ചേസ് ചെയ്തത്. താവി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഡ്രസ്സാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി എടുത്ത് പറയണം, അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു സമ്മറിൽ നമുക്ക് ഓഫീസിലേക്കും അല്ലാതെ കാഷ്വലായിട്ടും ഒക്കെ നമുക്ക് വെയർ ചെയ്യാം. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പം ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഒരു ആംഗിൾ ലെങ്ത്തിലാട്ടോ വരുന്നത്. നല്ലൊരു ഫുൾ ലെങ്ത്തിലാട്ടോ, അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത്തിൽ വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ എൻഡിൽ ഇതേപോലെ ഒരു ഫ്ലെയർഡ് ആയിട്ടാട്ടോ വരുന്നത്. ഇതിന്റെ ബട്ടൺസ് വന്നിട്ടുണ്ട്. ബട്ടൺസ് ഫുൾ ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺസ് ആണ്, ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. പക്ഷെ നമുക്ക് ബട്ടൺസ് ഇങ്ങനെ ഇതുപോലെ ആട്ടോ വന്നിട്ടുള്ളത്, ഇങ്ങനെ കവർ ചെയ്തിട്ടാ വന്നിട്ടുള്ളത്, കാണില്ല കേട്ടോ. പിന്നെ ഇതിന്റെ സ്ലീവ്സ് വന്നിട്ട് ഫുൾ സ്ലീവ്സ് ആണ്. അതുപോലെ സ്ലീവ്സിന്റെ അറ്റത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വൈറ്റ് കളറിൽ വരുന്ന ഡീറ്റെയിലിംഗ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു വൈറ്റ് ലെഗീൻസോ വൈറ്റ് ജീൻസോ അല്ലെങ്കിൽ വൈറ്റ് പാൻസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് പെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനും. ഓഫീസിലേക്കൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തയാണ്, ഷർട്ട് ഡ്രസ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒരു മസ്റ്റ് ബൈ എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇതിന്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തത് മീഡിയം ആണ് കേട്ടോ. മീഡിയം സൈസ് ആട്ടോ ഞാൻ ചൂസ് ചെയ്തത്. മീഡിയം എനിക്ക് നല്ല ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റിലാണ്. ഭയങ്കര ടൈറ്റും അല്ല, നല്ല ലൂസും അല്ലാത്ത നല്ലൊരു ഫിറ്റിലാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതിയാവും, നല്ലൊരു ഫിറ്റിൽ കിട്ടിക്കോളും. അപ്പൊ നമുക്ക് അടുത്ത നോക്കിയാലോ? അടുത്ത വന്നിട്ട് ഞാൻ കാണിച്ചിരുന്ന ഒരു സ്കേർട്ടാണ്. നല്ലൊരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഒരു ഡെനിം സ്കേർട്ടാണ് കേട്ടോ. ഇത് നല്ല അഫോർഡബിൾ ആയിട്ട് ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്താണ്. കൊട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ സ്കേർട്ടാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 1000 സംതിങ് ആ ഒരു റേഞ്ചിലാണ്. പക്ഷെ എനിക്കിത് കിട്ടിയത് 400 സംതിങ്, 459 അങ്ങനെ എന്തോ ആണ് കേട്ടോ. ആ ഒരു പ്രൈസിനാണ് കിട്ടിയത്. ആ ഒരു പ്രൈസിന് അടിപൊളിയാണ് കേട്ടോ. നല്ല വേർത്ത് ആണ് നിങ്ങൾക്ക് ആ ഒരു പ്രൈസിന് ഇങ്ങനത്തെ ഒരു ഡെനിം സ്കേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്കേർട്ടൊക്കെ വെയർ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കേർട്ടാണ്. ഇത് ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ ഫ്ലിപ്കാർട്ടിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പ്രൈസ് ആണ്, 1000 സംതിങ്, 1000 അടുത്തൊക്കെ വരുന്നുണ്ട്. അതിന്റെ ആക്ച്വൽ പ്രൈസ് ഒക്കെയാണ് ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നത്. പക്ഷെ മിന്ത്രയിൽ എപ്പോഴും ഇത് ഒരു പ്രൈസ് ഡ്രോപ്പിൽ കാണാം. ഇങ്ങനെ ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് കാണാം കേട്ടോ. 400 500 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് എപ്പോഴും കാണാം. ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്ത് ആണ്. കാരണം അത്രയും അഫോർഡബിൾ ആണ്. നമുക്ക് ഒരു ഡെനിം സ്കേർട്ട് എന്നൊക്കെ പറയും 400 ഒക്കെ ഒരു റേഞ്ചിൽ കിട്ടാൻ അടിപൊളിയാട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ ഒരു കളർ കൂടെ എന്റെ കയ്യിലുണ്ട്, ഈ ഒരു ബ്ലൂ കളർ കൂടി ഉണ്ട് കേട്ടോ. സെയിം അത് തന്നെയാണ്, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ സൈസ് ഇത് ഞാൻ ചൂസ് ചെയ്ത് 30 ആണ്. എനിക്കൊരു കറക്റ്റ് ഫിറ്റിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ കുറച്ചും കൂടെ ലൂസ് കിട്ടാൻ വേണ്ടി ഞാൻ 32 ആണ് ഇത് ചൂസ് ചെയ്ത് കേട്ടോ. പക്ഷെ അപ്പൊ എനിക്ക് കുറച്ച് ലൂസായി പോയി, കുറച്ചധികം ലൂസായി പോയി. അപ്പൊ ഇത് 30, ഇത് 32 ആണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആക്ച്വൽ സൈസ് എടുത്താൽ മതിയാവും. നോർമൽ സൈസ് എടുത്താൽ മതി. ചെക്ക് ചെയ്ത് നോക്കുക, സൈസ് ചാർട്ട് ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ കറക്റ്റ് സൈസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവട്ടോ. പിന്നെ ഇതിന്റെ ഈ ഒരു ബാക്ക് സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഓപ്പൺ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓപ്പൺ വരുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊരു ബ്ലാക്ക് ലെഗിൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ബോറായിട്ടൊന്നുമില്ല. നല്ല അടിപൊളിയാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഷർട്ടിന്റെ കൂടെയും ഷോർട്ട് കുർത്തീസിന്റെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ഞാൻ കാണിക്കുന്ന ഈ ഒരു പ്രിന്റഡ് ഷർട്ടാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര ഓഫർ പ്രൈസിലിട്ട് കിട്ടിയാണ് കേട്ടോ. അത് 267 അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്ത് ആട്ടോ. 267 രൂപക്കൊക്കെ വാങ്ങിക്കാന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. ഇത് ഓവർ സൈസ്ഡ് വന്നിട്ടുള്ള ഒരു ഷർട്ടാണ്. ഇത് വന്നിട്ട് റോഡ്സ്റ്റർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഷർട്ടാണ്. മിന്ത്രയിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അതിലൊക്കെ പ്രൈസ് ഉണ്ട്, 400 500 റേഞ്ചിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ഇത് ഓഫറിലാണ് ഇപ്പോഴും കിടക്കുന്നത്. പക്ഷെ സ്റ്റോക്ക് ഔട്ട് ആണെന്ന് തോന്നുന്നു. ഒരു സൈസസും അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് നോക്കിയാൽ കാണാട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിന്റെ സ്ലീവ്സ് ഒക്കെ നല്ല ഭംഗിയുള്ള ഇവിടെ ഇങ്ങനെ ഒരു പഫ് സ്ലീവ്സ് ഒക്കെ കൊടുത്തിട്ടാണ്. ഇവിടെ ഇങ്ങനെ ഒരു പഫ് സ്ലീവ് കൊടുത്തിട്ട് നല്ല ഫുൾ ലെങ്ത്തിൽ വന്നിട്ട് ഇതിന്റെ സ്ലീവ്സിന്റെ അറ്റം അതുപോലെ ആട്ടോ വന്നിട്ടുള്ളത്. ഷർട്ടിന്റെ ഒക്കെ പോലെ ഇവിടെ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലൂസായിട്ട് കിടക്കുന്ന കേട്ടോ. ഇതിന്റെ നെക്ക് വന്നിട്ട് ഇതുപോലെ ആട്ടോ നെക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ്. അവിടെ ബട്ടൺസ് ഒന്നും വരുന്നില്ല. നമ്മൾ ഉള്ളിൽ ഒരു ഇന്നറൊക്കെ പെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഒരു വൈറ്റ് ഇന്നർ കൊടുത്താൽ മതി. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിന്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തത് എക്സൽ ആണ്. എക്സൽ ആട്ടോ ഞാൻ സൈസ് ചൂസ് ചെയ്തത്.
അപ്പൊ നിങ്ങൾ ഇത് എക്സൽ എനിക്ക് അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സൈസ് നോർമൽ സൈസ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സൈസ് അപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ലൂസ് ഫിറ്റിൽ കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ നല്ല റിലാക്സ്ഡ് ആയിട്ട് നല്ല ലൂസ് ഫിറ്റിൽ കിട്ടാൻ വേണ്ടി എക്സലൊക്കെ എടുത്താൽ, പക്ഷെ എനിക്ക് നല്ല അത്യാവശ്യം നല്ല ലൂസാണ്. അപ്പം എക്സലൊന്നും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോർമൽ സൈസിന് ഒരു സൈസ് അപ്പ് എടുത്താൽ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞല്ലോ 267 ആണ്. ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്താണ്. പിന്നെ സെയിം ആയിട്ടുള്ള ഈ ഒരു സെയിം തന്നെ, പക്ഷെ അതിന്റെ പ്രിന്റും കാര്യങ്ങളും കളറൊക്കെ ഡിഫറൻസ് ആയിട്ട് വന്നിട്ടുള്ള വേറെയും ഷർട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇതേപോലത്തെ സെയിം ആയിട്ടുള്ളത്. അപ്പൊ അടുത്തായിട്ട് ഞാൻ കാണിച്ചിരുന്നത് ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ് കേട്ടോ. നല്ലൊരു ബ്ലൂ സ്ട്രൈപ്സിൽ വന്നിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ് കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഷർട്ട്സ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. ഇത് വന്നിട്ട് ഹൈ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഷർട്ടാണ്. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ക്വാളിറ്റി അടിപൊളിയായിട്ടാണ്, നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ട് ഇതിന്റെ ബട്ടൺസ് വന്നിട്ട് അങ്ങനെ ഒരു വൈറ്റ് കളറിലുള്ള ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് ഫുൾ ഇങ്ങനെ കവർ ചെയ്തിട്ടാട്ടോ, ബട്ടൺസ് നമുക്ക് കാണില്ല. പിന്നെ അതുപോലെ ഇതിന്റെ ഷർട്ടിന്റെ സ്ലീവ്സ് വന്ന് നോർമൽ ഷർട്ടിന്റെ ഒക്കെ പോലെ തന്നെ ഇവിടെ 2 ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ സൈസ് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിന്റെ സൈസ് സ്മോൾ ആയിട്ട് എടുത്തത്. സ്മോൾ തന്നെ എനിക്ക് നല്ലൊരു ഫിറ്റിലായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നോർമൽ സൈസ് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈസ് ലെസ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നാൽ തന്നെ നല്ല ഒരു ഫിറ്റിൽ കിട്ടും. അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡ് കുറച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ടും അതുപോലെ തന്നെ ഫ്രണ്ടിൽ കുറച്ച് കയറിയിട്ടും ആ ഒരു ടൈപ്പിലാട്ടോ ഉള്ളത് ഈ ഷർട്ട് വന്നിട്ട്. പിന്നെ ഇതിന്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലാട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. നല്ല റഫ് ആയിട്ടുള്ള ഭയങ്കര തിക്കായിട്ടുള്ള അങ്ങനത്തെ കോട്ടൺ മെറ്റീരിയൽ ഒന്നല്ല, നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുള്ള കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. പിന്നെ അതുപോലെ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിന്റെ പ്രൈസ് വന്നിട്ട് ആ ഒരു സമയത്ത് 800 സംതിങ് ആട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. അതിനേക്കാളും പ്രൈസ് ഉണ്ട്, 1000 സംതിങ് ഒക്കെ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത്. പക്ഷെ ഓഫറിൽ നോക്കി വാങ്ങിച്ചതാട്ടോ ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് 800 സംതിങ് അത്രേ ഉള്ളൂ. 800 ആ ഒരു പ്രൈസിനാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഇപ്പോഴും ആ ഒരു ഓഫർ പ്രൈസിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു പ്രൈസിനൊക്കെ അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ലാസ്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഇപ്പൊ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പാണ് കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും. ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇത് ട്രെൻഡിങ് ആവാൻ കാരണം ഇതിന്റെ പ്രൈസ് ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് എപ്പോഴും 300 ആ ഒരു പ്രൈസ് ഇതിന്റെ ഉള്ളിലാട്ടോ കാണുന്നത് എപ്പോഴും. അപ്പൊ ഞാനിത് വാങ്ങിച്ച് 267 ആ ഒരു പ്രൈസിലാട്ടോ എനിക്ക് കിട്ടിയത്. ആ ഒരു പ്രൈസിനൊക്കെ ഭയങ്കര വേർത്ത് കേട്ടോ, കാരണം അത്രയും അടിപൊളിയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു മോഡസ്റ്റ് വെയർ ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ് ആണ്. അത് വന്നിട്ട് ടോക്കിയോ ടാക്കിസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ കേട്ടോ. ആക്ച്വൽ പ്രൈസ് 1000 സംതിങ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എപ്പോഴും ഈ ഒരു 300 പ്രൈസിലാണ് ഇത് എപ്പോഴും ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്നത് കേട്ടോ. ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്താണ്. നിങ്ങൾക്ക് എന്തായാലും വാങ്ങിച്ചു നോക്കാം, കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം. ഞാനിത് കുറെ ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് കുറെ കാലം നോക്കിയിട്ടാണ് എനിക്ക് കിട്ടിയത്. കാരണം എപ്പോഴും ഇത് സ്റ്റോക്ക് ഔട്ടാണ്, ഒരു സൈസും അവൈലബിൾ ആവില്ല. എനിക്ക് സ്മോൾ ഒക്കെയാണ് പിന്നെയും അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ. അപ്പൊ ഒരു ടൈമിൽ നോക്കിയപ്പം സൈസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പൊ ഞാൻ അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ച സൈസ് ലാർജ് ആട്ടോ. ലാർജ് ആണ് ഞാൻ വാങ്ങിച്ചത്. ലാർജ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ലൂസിലായിട്ട് കിടക്കുന്ന ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് തോന്നുന്നു. ഓവർ സൈസ്ഡ് ആണ് തോന്നുന്നു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നോർമൽ സൈസോ അല്ലെങ്കിൽ ഒരു സൈസ് അപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ആ ലൂസ് ഫിറ്റിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ. ഇതൊക്കെ സ്റ്റൈൽ ചെയ്ത വീഡിയോസ് ഞാൻ സൈഡിൽ കൊടുക്കാം, നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ അടിപൊളിയാട്ടോ. അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ സൈസസ് ഒക്കെ അവൈലബിൾ ആവും ചില സമയത്തൊക്കെ. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ എനിക്ക് കിട്ടിയ പോലെ നിങ്ങൾക്കും കിട്ടും. അപ്പൊ നിങ്ങൾ നോക്കി നോക്കുക കേട്ടോ. നല്ല അടിപൊളിയാട്ടോ. ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്താണ്, അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ വേറെയും കളേഴ്സ് ഉണ്ട്, ബ്ലൂവും ഗ്രീനും ഒക്കെ ഉണ്ട്. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൽ കാണിച്ച ഡ്രസ്സസിന്റെ ഒക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് കിട്ടും കേട്ടോ. നിങ്ങൾ DM ലിങ്ക് വരും. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.